ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് രാജക്കാട് കുത്തുങ്ക ശ്രീവാമല ശ്രീവാമലയ്ക്ക് അടുത്തുള്ള കരിമല എന്ന സ്ഥലത്താണ്. അപ്പൊ ഇവിടെ ധാരാളം ഏലകൃഷിയാണുള്ളത്. അപ്പം ഞങ്ങൾക്കും ഇവിടെ കുറച്ച് ഏലകൃഷിയുണ്ട്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഈ ഏലത്തെ പറ്റിയിട്ടും ഈ ഏലകൃഷി എങ്ങനെ ചെയ്യുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. എല്ലാവർക്കും സ്വാഗതം. പടുതാക്കുളമാണ്. മഴയുള്ള സമയങ്ങളിൽ വെള്ളം സംഭരിച്ച് ഇതുപോലെ പടുതാക്കുളത്തെ സംഭരിച്ച് വെച്ചിട്ട് മഴയില്ലാത്ത സമയങ്ങളിൽ ഏലത്തിന് മരുന്നടിക്കാനും ഏലത്തിന് വെള്ളം കൊടുക്കാനും ഒക്കെ ഈ വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത്. ഇതുപോലുള്ള പടുതാക്കുളങ്ങളാണ് ഏലം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഏലത്തെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്താനും ഏലം എന്താണെന്ന് അറിയാനും നമ്മുടെ അച്ചാമ്മച്ചിയോട് നമുക്ക് അച്ചാമ്മച്ചി എന്തോ ഇതിനെന്താണ് പറയുന്നത്? ഇതിന് ചരം എന്ന് പറയും. ഇത് ഏലച്ചെടി, ഇത് അതിന്റെ ചരം. ഏകദേശം എത്ര ഏലക്ക ഒരു ചരത്തേക്കാണ്? ഒരു ചരത്തിലെന്ന് പറഞ്ഞാൽ 10-30 കൊത്തുകൾ കാണും. അതായത് കൊത്തുകളെന്ന് പറയും. ഇത് ഇങ്ങനെ കാണുന്നതിന് കൊത്തുകളെന്ന് പറയും. ആ കൊത്തിന്റെ അകത്ത് ഒരു 10-15 കാ വെച്ചുണ്ടാകും. കാലത്ത് മാത്രമേ ഈ ഏലം വളരത്തുള്ളൂ? അല്ല, തണുപ്പ് കാലത്തല്ല, വേനലിലും ഈ ഏലം വളരും, കൃഷി എടുക്കാം. അതായത് ഏറ്റവും ഉചിതമായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറഞ്ഞതിന് എപ്പോഴും ഈ ഏലം ചൂടുള്ള ഒരു വസ്തുവാണ്. അത് ഒരു ഫലമാണ്. അതുകൊണ്ട് ഇതിന് എപ്പോഴും തണുപ്പാണ് ആവശ്യം. നല്ല ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ, നല്ല കാടായ സ്ഥലങ്ങളിൽ ഇതെപ്പോഴും ഇതിന്റെ അകത്ത് നിത്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും തോറും ഇതിന് കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. അച്ചാമച്ചി, എന്തോ ഈ ഏലം എങ്ങനെയാ നടുന്നത്, എങ്ങനെയാ കൃഷി ചെയ്യുന്നത്? അതായത് ഏലം കൃഷി ചെയ്യുന്നത് വേനൽ കഴിയുമ്പോൾ ഒരു മിഥുനമാസം കാലമാകുമ്പോൾ, പുതുമഴ കഴിയുമ്പോൾ ഒരു മിഥുനമാസം കാലമാകുമ്പോൾ നല്ല ഷെയ്ഡുള്ള ഭൂമിയായിരിക്കണം. നല്ല എപ്പോഴും നല്ല ജലാംശം നിൽക്കുന്ന സ്ഥലമായിരിക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഒരു മിഥുനമാസം ആകുമ്പോഴത്തേനും, അതായത് ഇതിപ്പോ ഈ കുഴി കുത്തിയിരിക്കുന്നത് 1.5 ആഴമാണ് ഈ കുഴിക്കുള്ളത്. അത്രയും കുഴി കുത്തിക്കഴിഞ്ഞാല് ഈ കുഴി ഈ 2 സൈഡിൽ നിന്നും മണ്ണെടുത്ത് ഇത് 3/4 ഭാഗം ഇത് മൂടിക്കഴിഞ്ഞിട്ട് അത് അന്ന് തന്നെ കുഴി എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10-20 ദിവസമെങ്കിലും കുഴി എടുത്തിട്ടിരിക്കണം. എന്നാലാണ് അതിന്റെ അകത്തുള്ള വായു ഒക്കെ പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം ഈ കുഴി ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാകുമ്പോഴത്തേനും പാകമായ, അതായത് ഇതൊന്ന് ചിമ്പെന്ന് പറയും. ഈ ചെടിക്ക് ചിമ്പെന്ന് പറയും. അതായത് ഇത് ഒറ്റ ചിമ്പാണ്. ഇതൊരു ഏലമാണ്. അതിൽ 2 ചിമ്പ് വെച്ച് കാണും. ഇതൊരു ചിമ്പ്. ഇതാണ് നടുന്ന ഭാഗം. ഇത്രയും വരും. അത് 2 ചിമ്പുള്ള ഒരു ചെടി നമ്മൾ നടുകയാണെങ്കിൽ, അതായത് ജൂൺ ജൂലൈ മാസത്തിലാണ് പറ്റിയ സമയം. അത് കഴിഞ്ഞ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം വരെ നമുക്ക് നടാം. ഇങ്ങനെയാണ് ഇത് നടുന്നത്. അതിന്റെ മേളിൽ നമ്മൾ ഇടുമ്പോൾ ഈ ചെടിയുടെ ചോട്ടില് മറ്റു കീടങ്ങളൊന്നും ഇടാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ വേപ്പും പിണ്ണാക്കും അതുപോലെയുള്ള വളങ്ങളൊക്കെ ചെറിയ
അതായത് ജൈവ വളങ്ങളൊക്കെയാണ് ആദ്യം ഇടുന്നത്. വേപ്പും പിണ്ണാക്കും അങ്ങനെയുള്ളതൊക്കെ ഇട്ട്, എല്ലുപൊടി വേപ്പും പിണ്ണാക്കും ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇടുന്നുണ്ട്. ഇത് നട്ടുവെക്കുന്നു. ഈ ചെടി ഇങ്ങനെ നട്ടുവെച്ചിട്ട് ഇങ്ങനെ ഒരു കമ്പ് കുത്തി ഇതിങ്ങനെ കുത്തി കെട്ടുകയാണ്. അതായത് കാറ്റ് വന്ന് ഇത് പറിച്ചു കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു 10-30 ദിവസം ആവുമ്പോഴത്തേനും അതായത് ഇത് വേരിങ്ങനെ വരുന്നുണ്ട്. അന്നേരം അതിന്റെ ചുറ്റുപാട് നമ്മൾ ഒന്നെങ്കിൽ ചെറിയ ആട്ടിൻ ചാണാന് ചെറിയ ചാണാപ്പൊടി, അതോടുകൂടി ഇച്ചിരി രാസവളമൊക്കെ കൂട്ടി പയ്യെ ഇതിന്റെ ചോട്ടിലിട്ട് കൊടുക്കും. ഇച്ചിരി രാസവളമൊക്കെ കൂട്ടി ജൈവ കൃഷിക്ക് ആദ്യമേ അത് വലുതായി കഴിഞ്ഞാൽ ഇച്ചിരി രാസവളം കൂടുതലൊക്കെ ഉപയോഗിക്കാം. അത് ആദ്യമേ ആകുമ്പോൾ നമ്മൾ ഇത് കയറി വരാൻ വേണ്ടിയിട്ട്, അതായത് ഈ ചെടി നല്ലതായിട്ട് ചിമ്പടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ പാറ്റംബോസ് ഒരു ശകലം നമ്മൾ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞൊരു മാസം കൂടെ കഴിയുമ്പോഴാണ് പാറ്റംബോസും അതുപോലെയുള്ള അതോടുകൂടി കുറെ പൊട്ടാഷ്യം ഇങ്ങനെയുള്ളതൊക്കെ ചെറിയ ചെറിയ പൊടി വളങ്ങൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നു. അതിന്റെ മേത നമ്മൾ ശകലം മണ്ണിട്ട് കൊടുക്കുന്നു. ഇതിന്റെ ചോട് കിളയ്ക്കും. ഇത് നട്ട് കഴിഞ്ഞൊരു 4 മാസം 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ ഇത് നല്ലപോലെ ഈ കാണുന്ന പ്രദേശത്തെല്ലാം നല്ലപോലെ കിളച്ച് അല്ലെങ്കിൽ മുള്ളിട്ട് കിളച്ച് നല്ലപോലെ ഇത് പൊറേടിയിലെന്ന് പറയും. അങ്ങനെയാണ് ഈ ചെടി ഉണ്ടാകുന്നത്. ഇതിപ്പോ വലുതായി കഴിഞ്ഞാൽ ചെമ്പായിട്ട് ഈ വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം ആകുമ്പോഴത്തേനും നല്ലപോലെ നമ്മൾ 25 പൊക്കം ഇതിന് മരുന്നടിച്ച് കൊടുക്കുന്നുണ്ട്, വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ട് നമ്മൾ നനച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് അടുത്ത ഒരു വർഷം ആകുമ്പോഴത്തേനും ഓരോ ചിമ്പ് ഇത്രയുള്ള ഓരോ ചരം അടിക്കാൻ തുടങ്ങും. മനസ്സിലായോ? ഏലക്ക ഉണ്ട്, ഇത്രയുള്ള ഓരോ ചരം അടിക്കും. അത് ആ ചരത്തേല് ഇത്രയും നീളമുള്ള ചെറിയ കൊത്തുണ്ടാകും. ആ കൊത്തിന് ഓരോ കായങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അത് അതിന്റെ അകത്തുനിന്ന് ഇത്രയും ദൂരത്തിൽ മാത്രമേ ഇതിന്റെ അകത്തുനിന്ന് ചരം ഉണ്ടാവുള്ളൂ. 3-ാം വർഷമാകത്തോളം അതാണ്ട് ഇത്രയും നീളത്തിലായിട്ട് ചരവും കായും നല്ലപോലെ ഉണ്ടാകും. നല്ലപോലെ നമ്മൾ ഇതിൽ അധ്വാനിച്ച് ചെയ്യുവാണെങ്കിൽ സമയത്തിന് വളവും മരുന്നും അതുപോലെ തന്നെ വെള്ളം ആ കാണുന്നതാണ് പടുതാക്കുഴി. അതിന്റെ അകത്ത് വെള്ളമാണ്. അതായത് വെള്ളം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ പടുതാക്കുഴി ഉണ്ടാക്കി വെക്കുന്ന. അപ്പം നല്ല മഴയുടെ സമയത്ത് കുഴിക്കകത്ത് വെള്ളം വന്ന് കിട്ടും. അല്ലെങ്കിൽ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളിടത്ത് വെള്ളാത്തടത്തും കുളത്തിൽ നിന്ന് വെള്ളം മോട്ടർ അടിച്ച് ശേഖരിക്കും. വേനൽക്കാലാവത്തേന് ഈ കൃഷിയെല്ലാം നമ്മൾ നല്ലപോലെ നമ്മൾ നനച്ചെടുക്കുകയും ഇതിന് അത്യാവശ്യമാണ് ചൂട് കാലാവസ്ഥയിലും ഈ കൃഷി അല്ലെങ്കിൽ ഈ ചെടി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എന്നാന്ന് ചോദിച്ചാൽ അത്യാവശ്യമായിട്ട് ഇതിന് ഷെയ്ഡും ആവശ്യമാണ്. എപ്പോഴും ഇതിന് ഷെയ്ഡാണ് ആവശ്യം. അതുപോലെ തന്നെ ജലം വേണം. എപ്പോഴും നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും കായും പൂവും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ്ട് നമ്മൾ സീസൺ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാകുമ്പോഴത്തേന് അകത്ത് കായ എടുക്കാനായിട്ട് തുടങ്ങും. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലാകുമ്പോഴത്തേന് കായ എടുക്കാൻ തുടങ്ങിയാൽ മാർച്ച് വരെ ഒരുവിധം നല്ല കായായിരിക്കും. അപ്പൊ നനച്ചു കൊടുക്കുവാണെങ്കിൽ സീസൺ തീരിയല്ല. മനസ്സിലായോ? സീസൺ തീരിയല്ല. അതിൽ കായും പൂവും വിരിഞ്ഞോണ്ടിരിക്കും. അപ്പൊ സീസൺ തീരുന്നില്ല. അതായത് അല്ലെങ്കിൽ വേനലാകുമ്പോഴത്തേനും നമ്മൾ നനച്ചു കൊടുക്കുക. അതിന് ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഇത് ഉണങ്ങിപ്പോകും. അപ്പൊ അത് വേണം. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പം കാലാവസ്ഥ അനുസരിച്ച് ഈ കാണുന്ന ഈ കളയെല്ലാം കൂടെ ചെത്തി വേനലാകുമ്പോഴത്തേനും ചെത്തി കൂട്ടി ഈ ചെടിയുടെ ചുറ്റും വെക്കും. അപ്പൊ ഇതിന്റെ ചോട്ടില് ചൂട് വെക്കുകയില്ല നമ്മൾ. അതായത് ചൂട് വെക്കുകയില്ല നല്ലപോലെ ആയിരിക്കും. അല്ലെങ്കിൽ കൃഷി പോകും. എപ്പോഴും ഒരു തണുപ്പ്. ഇവിടെ ഇപ്പം എപ്പോഴും തണുപ്പുള്ളതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും ഇതിന്റെ അകത്ത് കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചെടി ഇതാണ്. ഇത് നടാൻ പാകത്തിന് എടുക്കുന്ന ചെടി ഇതാണ്. ഇങ്ങോട്ടും ചിമ്പ് ഇതിങ്ങനെയാണ് നട്ടു വെക്കുന്നത്. കൃഷി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് മണ്ണില് ഇതുപോലെ ഇത് അങ്ങനെ കാണിച്ചു തരണോ? കണ്ടല്ലോ ഇങ്ങനെ. ഇങ്ങനെയാണ് ഇത് നടുന്നത്. എന്നിട്ട് ഈ കമ്പും കൂടെ കൂട്ടി നടുകയാണ്. എന്നിട്ട് ചപ്പ് വാരി ഇതിന്റെ മേളിലിടും. മണ്ണിൽ വെച്ച് കഴിഞ്ഞ് നല്ലപോലെ ഉറപ്പിച്ചു കഴിഞ്ഞ് ഈ കമ്പും കൂടെ കുത്തി കെട്ടി വെച്ച് കഴിഞ്ഞ ശേഷം ഈ ചപ്പ് നമ്മൾ ഇതിന്റെ അകത്ത് ഇങ്ങനെ ചോട്ടിൽ വാരി ഇടുന്നു.
വാരി ഇട്ട് കഴിഞ്ഞാൽ മഴ വലിയ ശക്തിയായിട്ട് മഴത്തുള്ളി വീഴുമ്പോഴേ വേര് മുകളിൽ പൊങ്ങി ഉണക്ക് വെയിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇത് ഉണങ്ങിപ്പോകും. അതിന് വേണ്ടിയിട്ടാണ് മഴത്തുള്ളി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ചിമ്പ് കരുത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇതിന് ചപ്പ് വാരിയിടുന്നത്, കരിയില വാരിയിടുന്നത്.